സ്നേഹമുള്ളവരെ, ഈശോയിൽ സ്നേഹവന്ദനം. ജെ ലോഗോസ് 316 ചാനലിലേക്ക് സ്വാഗതം. ദിസ് ഇസ് ജോസഫ്. ന്യായാധിപന്മാർ 4-ാം അധ്യായത്തിൽ നിന്നുമുള്ള 30 ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നത്. നിങ്ങളുടെ പ്രിപ്പറേഷൻസ് നന്നായി നടക്കുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ന്യായാധിപന്മാർ 4 ഒരു ആമുഖം. ന്യായാധിപന്മാർ 4-ന് പലപ്പോഴും ദെബോറയും ബാറക്കും എന്ന് പേരിട്ടിട്ടുണ്ട്. കാരണം ഇത് പ്രാഥമികമായി ഒരു പ്രവാചികയും ന്യായപാലികയുമായ ദെബോറയുടെയും അബിനോവാമിൻ്റെ മകനായ ബാറക്കിൻ്റെയും കഥയ്ക്കെതിരെയിരിക്കുന്നു. ജോഷുവയുടെ മരണശേഷം ദൈവത്തോടുള്ള വിശ്വസ്തത കാത്തുസൂക്ഷിക്കുന്നതിൽ ഇസ്രായേലിയർ വെല്ലുവിളികൾ നേരിട്ടു. ഇസ്രായേലിയർ ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയും അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള അടിച്ചമർത്തലുകൾ നേരിടുകയും സഹായത്തിനെ നിലവിളിക്കുകയും തുടർന്ന് ദൈവം ഉയർത്തി ന്യായാധിപന്മാരിലൂടെ വിടുതൽ അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു ചക്രങ്ങളുടെ ഒരു പരമ്പര ഈ പുസ്തകം വിവരിക്കുന്നു. നമ്മളിനി ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യം: യഹൂദിൻ്റെ മരണശേഷം ഇസ്രായേൽ ജനത്തെ പീഡിപ്പിച്ച കാനാൻ രാജാവ് ആര്? ഉത്തരം യാബീനായിരുന്നു കാനാൻ രാജാവ്. 4-ാം അധ്യായം 3-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം: കാനാൻ രാജാവായ യാബീൻ ഭരിച്ചിരുന്ന സ്ഥലം ഏതാണ്? കാനാൻ രാജാവായ യാബീൻ ഭരിച്ചിരുന്ന സ്ഥലം. ഉത്തരം ഹസോർ എന്ന് പറഞ്ഞ സ്ഥലമാണ്. 4-ാം അധ്യായം 2-ാം വാക്യം ഹസോർ. മൂന്നാമത്തെ ചോദ്യം: ഹറോഷത്ത് ഹഗോയിമിൽ വസിച്ചിരുന്ന ആരായിരുന്നു യാബീൻ്റെ സേനാപതി? യാബീൻ്റെ സേനാപതി എവിടെയാണ് വസിച്ചിരുന്നത്? ഹറോഷത്ത് ഹഗോയിമിൽ. ആരായിരുന്നു? സിസേറ ആയിരുന്നു സേനാപതി. 4-ാം അധ്യായം 2-ാം വാക്യം. 4-ാമത്തെ ചോദ്യം: യാബീൻ്റെ സേനാപതിയായിരുന്ന സിസേറ വസിച്ചിരുന്നത് എവിടെ? ഉത്തരം ഹറോഷത്ത് ഹഗോയിമിൽ. 4-ാം അധ്യായം 2-ാം വാക്യം. അദ്ദേഹം വസിച്ചിരുന്ന സ്ഥലമാണ് ഹറോഷത്ത് ഹഗോയിമിൽ. 5-ാമത്തെ ചോദ്യം: യാബീൻ്റെ രഥങ്ങൾ ഏത് ലോഹത്താലാണ് നിർമ്മിച്ചത്? യാബീൻ്റെ രഥങ്ങൾ ഏത് ലോഹത്താലാണ് നിർമ്മിച്ചിരുന്നത്? ഉത്തരം ഇരുമ്പാണ് ഉപയോഗിച്ചിരുന്നത്. 4-ാം അധ്യായം 3-ാം വാക്യത്തിൽ അത് കാണുന്നു. 6-ാമത്തെ ചോദ്യം: യാബീന് എത്ര ഇരുമ്പ് രഥങ്ങൾ ഉണ്ടായിരുന്നു? യാബീന് എത്ര ഇരുമ്പ് രഥങ്ങൾ ഉണ്ടായിരുന്നു? ഉത്തരം 900 ഇരുമ്പ് രഥങ്ങൾ ഉണ്ടായിരുന്നു. 4-ാം അധ്യായം 3-ാം വാക്യത്തിൽ അത് കാണുന്നു. 900 ഇരുമ്പ് രഥങ്ങളാണ് ഉണ്ടായിരുന്നത്. 7-ാമത്തെ ചോദ്യം: ദെബോറ ആരുടെ ഭാര്യ ആയിരുന്നു? ദെബോറ ആരുടെ ഭാര്യയായിരുന്നു? 4-ാം അധ്യായം 4-ാം വാക്യത്തിൽ ഉത്തരമുണ്ട്. ഉത്തരം ലെപ്പിദോത്തിൻ്റെ ഭാര്യയായിരുന്നു ദെബോറ. 4-4. 8-ാമത്തെ ചോദ്യം: ലെപ്പിദോത്തിൻ്റെ ഭാര്യയായ ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയിരുന്ന പ്രവാചികയുടെ പേര്? പ്രവാചികയായിരുന്നു, അവരുടെ പേരാണ് ചോദിക്കുന്നത്. ഉത്തരം ദെബോറ. 4-ാം അധ്യായം 4-ാം വാക്യം. ദെബോറ എന്നായിരുന്നു ആ പ്രവാചികയുടെ പേര്. ഇസ്രായേൽ ന്യായപാലനം നടത്തി. എഫ്രൈം മലനാട്ടിലെ റാമായിക്കും ബെഥേലിനും ഇടയിൽ എവിടെയാണ് ദെബോറ ന്യായവിധിക്കായി ഇരുന്നത്? എവിടെയാണ്? ദെബോറയുടെ ഈന്തപ്പനയുടെ കീഴിൽ. 4-ാം അധ്യായം 5-ാം വാക്യം. അതാണ് ഉത്തരം. ദെബോറയുടെ ഈന്തപ്പനയുടെ കീഴിലായിരുന്നു ദെബോറ ന്യായവിധിക്കായി ഇരുന്നത്. 10-ാമത്തെ ചോദ്യം: ദെബോറയുമായി ബന്ധപ്പെട്ട ഈന്തപ്പനയുടെ സ്ഥാനം എവിടെയായിരുന്നു? ഉത്തരം റാമായിക്കും ബെഥേലിനും ഇടയിൽ. റാമായിക്കും ബെഥേലിനും ഇടയിലാണ്. അത് 4-ാം അധ്യായം 5-ാം വാക്യത്തിൽ കാണാം ഈന്തപ്പനയുടെ സ്ഥാനം. 11-ാം ചോദ്യം: ആരോട് പറഞ്ഞു, നീ എന്നോട് വന്നാൽ ഞാൻ പോകാം, ഇല്ലെങ്കിൽ ഞാൻ പോവുകയില്ല? ആരോട് പറഞ്ഞു? ഉത്തരം ബാറക്ക് ദെബോറയോട് പറഞ്ഞു. 4-ാം അധ്യായം 8-ാം വാക്യത്തിൽ നമ്മളത് വായിക്കുന്നു. ബാറക്ക് ദെബോറയോട് പറഞ്ഞു. 12-ാം ചോദ്യം: ജാബിനെതിരെയുള്ള യുദ്ധത്തിൽ സിസേറയെക്കുറിച്ച് ദെബോറ എന്താണ് പ്രവചിച്ചത്? ഉത്തരം കർത്താവ് സിസേറയെ ഒരു സ്ത്രീയുടെ കയ്യിൽ ഏൽപ്പിക്കുമെന്നാണ് പ്രവചിച്ചത്. 4-ാം അധ്യായം 9-ാം വാക്യം. കർത്താവ് സിസേറയെ ഒരു സ്ത്രീയുടെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന്. 13-ാം ചോദ്യം: ബാറക്ക് ഒരു സൈന്യത്തെ ശേഖരിച്ചു എന്ന് കേട്ടപ്പോൾ സിസേറ എന്ത് ചെയ്തു? ഉത്തരം സിസേറ ഇരുമ്പ് രഥങ്ങളോടൊപ്പം തൻ്റെ പക്ഷത്തുള്ള എല്ലാവരെയും ഒന്നിച്ചു കൂട്ടി. 4-ാം അധ്യായം 13-ാം വാക്യം.
14ാമത്തെ ചോദ്യം, മുന്നേറുക, കർത്താവ് സിസറെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്ന ദിവസമാണിത്. ആരുടെ കയ്യിൽ? ഉത്തരം ബാറക്കിൻ്റെ കയ്യിൽ. 4-ാം അധ്യായം 14-ാം വാക്യം. 15ാമത്തെ ചോദ്യം, ന്യായാധിപന്മാർ 4 സിസേറയുടെ സൈന്യത്തെ കർത്താവ് ചിതറിച്ചത് എങ്ങനെ? കർത്താവ് എങ്ങനെയാണ് സിസേറയുടെ സൈന്യത്തെ ചിതറിച്ചതെന്നാണ് ന്യായാധിപന്മാർ 4 പറയുന്നത്. ഉത്തരം വാൾമനയാൽ ചിതറിച്ചു. വാൾമനയാൽ. 4-ാം അധ്യായം 15-ാം വാക്യം. 16-ാം ചോദ്യം, തൻ്റെ സൈന്യം പരാജയപ്പെട്ടപ്പോൾ സിസേറ എന്തു ചെയ്തു? തൻ്റെ സൈന്യം പരാജയപ്പെട്ടപ്പോൾ സിസേറ എന്തു ചെയ്തു? ഉത്തരം രഥത്തിൽ നിന്നിറങ്ങി പലായനം ചെയ്തു. 4-ാം അധ്യായം 15-ാം വാക്യം. രഥത്തിൽ നിന്നിറങ്ങി പലായനം ചെയ്തു സിസേറ. 4-ാം അധ്യായം 15-ാം വാക്യം. 17-ാം ചോദ്യം, ബാറക്ക് സിസേറയുടെ രഥങ്ങളെയും സൈന്യങ്ങളെയും എവിടെ വരെ അനുധാവനം ചെയ്തു? അതിനുത്തരം ഹറോഷെത്ത് ഹഗോയിം വരെ അനുധാവനം ചെയ്തു. 4-ാം അധ്യായം 16-ാം വാക്യം. ഹറോഷെത്ത് ഹഗോയിം വരെ. 18-ാമത്തെ ചോദ്യം, തൻ്റെ സൈന്യം പരാജയപ്പെട്ടപ്പോൾ സിസേറ എവിടെ അഭയം പ്രാപിച്ചു? ഉത്തരം കേന്യനായ ഹേബേറിൻ്റെ ഭാര്യ ജായേലിൻ്റെ കൂടാരത്തിൽ. ജായേലിൻ്റെ കൂടാരത്തിലാണ് അഭയം പ്രാപിച്ചത്. 4-ാം അധ്യായം 17-ാം വാക്യം. 19-ാമത്തെ ചോദ്യം, ജായേലിൻ്റെ ഭർത്താവ് ആരായിരുന്നു? ജായേലിൻ്റെ ഭർത്താവ് ആരായിരുന്നു? ഉത്തരം കേന്യനായ ഹേബേർ. കേന്യനായ ഹേബേർ ആയിരുന്നു ജായേലിൻ്റെ ഭർത്താവ്. 4-ാം അധ്യായം 17-ാം വാക്യം. 20-ാമത്തെ ചോദ്യം, ഏത് ഗോത്രവിഭാഗവുമായാണ് ജായേൽ ബന്ധപ്പെട്ടിരുന്നത്? ഏത് ഗോത്രവിഭാഗവുമായാണ് ജായേൽ ബന്ധപ്പെട്ടിരുന്നത്? ഉത്തരം കേന്യർ ഗോത്രവിഭാഗവുമായാണ്. 4-ാം അധ്യായം 11-ാം വാക്യം. കേന്യർ, അതാണ് അതിൻ്റെ ഉത്തരം. 21-ാമത്തെ ചോദ്യം, ജായേൽ എന്താണ് സിസറയ്ക്ക് കുടിക്കാൻ കൊടുത്തത്? ജായേൽ എന്താണ് സിസറയ്ക്ക് കുടിക്കാൻ കൊടുത്തത്? ഉത്തരം പാലാണ് കൊടുത്തത്. 4-ാം അധ്യായം 19-ാം വാക്യം. ജായേൽ സിസറയ്ക്ക് കുടിക്കാൻ കൊടുത്തത് പാല്. 22-ാമത്തെ ചോദ്യം, ജായേൽ എവിടെയാണ് പാൽ സൂക്ഷിച്ചിരുന്നത്? ജായേൽ പാൽ സൂക്ഷിച്ചിരുന്നത് എവിടെയാണ്? ഉത്തരം തോൽക്കുടത്തിലാണ്. 4-ാം അധ്യായം 19-ാം വാക്യം. തോൽക്കുടത്തിലാണ് സൂക്ഷിച്ചിരുന്നത്. 23-ാമത്തെ ചോദ്യം, എങ്ങനെയാണ് ജായേൽ സിസേറയെ കൊന്നത്? എങ്ങനെയാണ് ജായേൽ സിസേറയെ കൊന്നത്? ഉത്തരം ഒരു മരയാണി സിസേറയുടെ ചെന്നിയിൽ തറച്ച്. 4:21 പറയുന്നു. ഒരു മരയാണി സിസേറയുടെ ചെന്നിയിൽ തറച്ചാണ് കൊന്നത്. 24-ാമത്തെ ചോദ്യം, സിസേറയെ തേടി ജായേലിൻ്റെ കൂടാരത്തിനരികെ വന്നതാരാണ്? സിസേറയെ തേടി ജായേലിൻ്റെ കൂടാരത്തിനരികെ വന്നതാരാണ്? ഉത്തരം ബാറക്കാണ്. ബാറക്ക്, അത് അധ്യായം 4:22 പറയുന്നു. ബാറക്കാണ് സിസേറയെ തേടി ജായേലിൻ്റെ കൂടാരത്തിനരികെ വന്നത്. ആരുടെ അമ്മായിപ്പനായിരുന്നു ഹോബാബ്? 25-ാമത്തെ ചോദ്യം, ആരുടെ അമ്മായിപ്പനായിരുന്നു ഹോബാബ്? ഹോബാബ് മോശയുടെ അമ്മായിപ്പനായിരുന്നു. ഉത്തരം മോശയുടെ. 4-ാം അധ്യായം 11-ാം വാക്യത്തിലാണ് നമ്മളത് വായിക്കുന്നത്. മോശയുടെ. 26-ാമത്തെ ചോദ്യം, ന്യായാധിപന്മാർ 4 അനുസരിച്ച് ബാറക്ക് സെബുലൂണിനെയും നഫ്താലിയെയും എവിടെയാണ് വിളിച്ചുകൂട്ടിയത്? ഈ 2 ഗോത്രങ്ങളെ എവിടെയാണ് വിളിച്ചുകൂട്ടിയത്? ഉത്തരം കേദേശിൽ. 4-ാം അധ്യായം 10-ാം വാക്യത്തിലാണ് പറയുന്നത്. കേദേശിലാണ് വിളിച്ചുകൂട്ടിയത്. 27-ാമത്തെ ചോദ്യം, ആരോട് പറഞ്ഞു, ഉള്ളിലേക്ക് വരൂ പ്രഭോ, എന്നോടുകൂടെ അകത്തേക്ക് വരൂ, ഭയപ്പെടേണ്ട. ഉള്ളിലേക്ക് വരൂ പ്രഭോ, എന്നോടുകൂടെ അകത്തേക്ക് വരൂ, ഭയപ്പെടേണ്ട. ഇതാരോട് പറഞ്ഞു? ഉത്തരം ജായേൽ സിസേറയോട് പറഞ്ഞു. 4-ാം അധ്യായം 12-ാം വാക്യത്തിൽ വായിക്കുന്നു, ജായേൽ സിസേറയോട്. 28-ാമത്തെ ചോദ്യം, ന്യായാധിപന്മാർ 4-ൽ എത്ര വാക്യങ്ങളുണ്ട്? ന്യായാധിപന്മാർ 4-ൽ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 24 വാക്യങ്ങളുണ്ട്. 2 ഡസൻ. ഓർത്തിരിക്കാൻ എളുപ്പമാണ്. 24 വാക്യങ്ങളാണ് ഈ 4-ാം അധ്യായത്തിൽ കാണുന്നത്. 29-ാമത്തെ ചോദ്യം, ന്യായാധിപന്മാർ 4-ൽ എത്ര ശീർഷകങ്ങളുണ്ട്? ഉത്തരം ഒരു ശീർഷകം. 4-ാം അധ്യായത്തിൽ ഒറ്റ ശീർഷകമുള്ളൂ. അത് 4-ാം അധ്യായത്തിൻ്റെ പ്രത്യേകതയാണ്. ഒരു ശീർഷകം മാത്രം. 30-ാമത്തെ ചോദ്യം, വിശുദ്ധ ഗ്രന്ഥത്തിൽ ദെബോറയും ബാറക്കും എന്ന ശീർഷകം എവിടെയാണ് കാണപ്പെടുന്നത്? വിശുദ്ധ ഗ്രന്ഥത്തിൽ എവിടെയാണ് ഈ ശീർഷകം കാണപ്പെടുന്നത്?
അതിൻ്റെ ഉത്തരം ന്യായാധിപന്മാർ 4-ാം അധ്യായത്തിൽ. ന്യായാധിപന്മാർ 4-ാം അധ്യായത്തിലാണ് നമ്മൾ കാണുന്നത്. Hope you enjoyed this quiz. The cycle of judges is given here. ന്യായാധിപന്മാരുടെ ഒരു ചക്രം ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ളതാണ്. ന്യായാധിപന്മാർ 4 നൽകുന്ന പാഠം. ന്യായാധിപന്മാർ 4-ലെ വിവരണം വിശ്വസ്തത, നേതൃത്വം, ഇസ്രായേലിൻ്റെ വിമോചനത്തിൽ സ്ത്രീകളുടെ പങ്ക് എന്നിവ എടുത്തു കാണിക്കുന്നു. ദെബോറയുടെ നേതൃത്വവും ജായേലിൻ്റെ അപ്രതീക്ഷിതമായ പങ്കും ദൈവത്തിന് തൻ്റെ ഉദ്ദേശങ്ങൾ നിറവേറ്റാൻ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള വിവിധ വ്യക്തികളെ ഉപയോഗിക്കാമെന്ന ആശയത്തിന് അടിവരയിടുന്നു. ഈ കാലയളവിലെ ഇസ്രായേലിൻ്റെ ചരിത്രത്തിൻ്റെ ചാക്രിക മാതൃക ചിത്രീകരിക്കുന്ന ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ വലിയ വിവരണത്തിൻ്റെ ഭാഗമായാണ് ഈ 4-ാം അധ്യായം നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതാണ് 4-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന പ്രധാന പാഠങ്ങൾ ഇതൊക്കെയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. നുറുങ്ങുകൾ. മുഴുവൻ അധ്യായത്തെക്കുറിച്ച് നിങ്ങൾക്ക് സമഗ്രമായ ധാരണയുണ്ടെന്ന് ഉറപ്പാക്കുക. ഡെബോറ, ബാറക്, ജയേൽ തുടങ്ങിയ പ്രധാന കഥാപാത്രങ്ങളുടെ റോളുകളും പ്രവർത്തനങ്ങളും മനസ്സിലാക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇത് അധ്യായത്തെക്കുറിച്ച് അടിസ്ഥാനപരമായ ധാരണ നൽകും. അധ്യായം 4-ൻ്റെ കേന്ദ്ര തീമുകളോ പാഠങ്ങളോ ഉൾക്കൊള്ളുന്ന കുറച്ച് പ്രധാന വാക്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നതിന് മുൻഗണന നൽകുക. ക്വിസുകളിലോ പഠന സെഷനുകളിലോ ആവശ്യമായ വിവരണങ്ങൾ ഓർമ്മിക്കാൻ നിങ്ങളെ സഹായിക്കും. നമ്മൾ അടുത്ത ചാപ്റ്റർ 5-ാമത്തെ ചാപ്റ്ററാണ് അടുത്ത എഡിഷനിൽ നമ്മൾ കാണുന്നത്. നമ്മൾ വീണ്ടും കാണുന്നത് വരെ നിങ്ങൾക്കെല്ലാവർക്കും ഈശോയുടെ സമാധാനം ആശംസിക്കുന്നു.